ഹലോ. അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള അംഗൻവാടിയിൽ ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷനാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുവിനോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനവിടെ ചേർത്തിയിട്ടൊന്നുമില്ല, പക്ഷെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വിളിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ശുചിദിനത്തിനും ഇതേമാതിരി നമ്മൾ പോയിരുന്നു. അപ്പോൾ ഡ്രസ്സ് അവർ കോസ്റ്റ്യൂം എല്ലാ കുട്ടികളോടും ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇടാൻ പറഞ്ഞു. തൊപ്പി മസ്റ്റാണ് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ തൊപ്പി ഇന്നലെ പോയിട്ട് വാങ്ങിച്ചു, നൈറ്റ് പോയി വാങ്ങിച്ചു. പിന്നെ ഡ്രസ്സ് അവൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ചുണ്ട് നടന്നപ്പോഴേക്കും അവന് വയ്യ. അപ്പം ഞാൻ എടുത്തു വിട്ടാ. അപ്പം ഞങ്ങളിങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോവുകയാണേ. അപ്പോൾ ഇവിടുന്ന് കുറച്ചാണ്ട് പോകാനുണ്ട്. നമുക്ക് പാടത്ത് കൂടെ അങ്ങോട്ട് കയറാൻ കഴിഞ്ഞ വീട് ഇതേപോലെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കുഞ്ഞു ഓടിയിട്ടും നടന്നിട്ടും ഒക്കെ ഞങ്ങൾ അംഗനവാടിക്ക് പോവുകയാണ്. അവന് തൊപ്പി വെക്കാനൊന്നും ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇത് കണ്ടപ്പോൾ എന്താ അറിയില്ല, മൂപ്പരാൾ വീട്ടിൽ നിന്ന് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എടുത്തിട്ടൊന്നുമില്ല. പിന്നെ റോട്ടിലെത്തുമ്പോൾ ഞാൻ എന്തായാലും എടുക്കും കേട്ടോ, കാരണം ഞാൻ അവിടെ എത്തിയിട്ടേ വെച്ച് കൊടുക്കുള്ളൂ. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള വീഡിയോസൊന്നും എടുത്തില്ല. അപ്പം നമ്മളിതാ അംഗനവാടി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഉള്ളിൽ കയറുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരാത്ത കാരണം ഞങ്ങൾ വിളിച്ചിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നെ ചെറിയ രീതിയിൽ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ഉടുപ്പിട്ടിട്ട് കുഞ്ഞാ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ ഇവിടെ പഠിക്കാൻ വരുന്നവരാണ് കേട്ടോ, കുട്ടികളൊക്കെ. അപ്പോൾ കുഞ്ഞു മാത്രമേ ഇവിടെ പഠിക്കാത്തുള്ളൂ. അങ്ങനെ കുട്ടികൾ തന്നെ എല്ലാവരെയും നമ്മൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരെയും ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൾ പണി തുടങ്ങിയിട്ടാണ്, ബലൂണൊക്കെ ആദ്യം പൊട്ടിക്കൽ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ മിക്രോസിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള ടൈമായിട്ടാണ്. നമുക്ക് കേക്ക് കിട്ടിയെന്ന് കാണാം.